വെൽക്കം ടു പംകിൻസ്. എന്തോ എവിടെയോ ഒരു കുഴപ്പം അല്ലേ? അതേടൂ, അധികം വീഡിയോ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ടേ എങ്ങനെ ഒരു ഇൻട്രോ പറയാമെന്ന് പോലും അറിഞ്ഞൂടാട്ടോ. ഇൻട്രോ പറയാൻ അറിയില്ലെങ്കിലും റെസിപ്പി പറഞ്ഞുതരാൻ അടിപൊളിയായിട്ട് അറിയാട്ടോ. 10 മതിയില്ലേ? ഇത്രയൊക്കെ മതിയെന്നേ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോഹയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് പോഹ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഇത് അവിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവിലിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒരു 2 സെക്കൻഡ് ഒന്ന് കുതിർക്കാൻ വെക്കാം. അതിനുശേഷം അതൊന്ന് വാന്ന് വെക്കണം കേട്ടോ. പിന്നീട് ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് ഗ്രൗണ്ട് നട്ട്സ് ഇടുക. ഞാനിവിടെ കടലയും പിന്നെ കാഷ്യൂനട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഫ്രൈ ചെയ്ത് ആദ്യം അതൊന്ന് മാറ്റി വയ്ക്കുക. ഈ പോഹ ഒരു മഹാരാഷ്ട്രീയൻ ഫുഡാണ് കേട്ടോ. കടലാന്ന് ഞാൻ പറഞ്ഞത് പീനട്ട്സ് ആണ് കേട്ടോ. കടലെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ നമ്മളൊരു 2 സെക്കൻഡ് കുതിർത്ത് വാന്ന് വെച്ചിരിക്കുന്ന ഈ അവിലുണ്ടല്ലോ, അതിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നീട് നമുക്ക് അതേ പാനിലോട്ട് ആ നട്ട്സ് എല്ലാം വറുത്ത് കോരിയ അതേ ഓയിലിലോട്ട് കുറച്ച് കടുകും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഓനിയൻസ് എല്ലാം കട്ട് ചെയ്തത് ഇട്ട് ഒന്ന് ഫ്രൈ ആക്കാം. കൂടെ ഈ പൊട്ടാറ്റോസും ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് വേണം കേട്ടോ പൊട്ടാറ്റോ അരിയാനായിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അയ്യോ, ഒരു കൂട്ടം പറയാൻ മറന്നുപോയി. ജീരകം ആഡ് ചെയ്യണം കേട്ടോ. കടുക് പൊട്ടിക്കുമ്പോൾ ജീരകം കൂടി ഇട്ടിട്ട് വേണം പച്ചമുളകും ബാക്കി എല്ലാ സംഭവങ്ങളും അതിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ മറക്കാതെ ഇത് ആഡ് ചെയ്യണേ. കുക്കായി വന്ന പൊട്ടറ്റോസിലോട്ട് നമുക്ക് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച ഗ്രൗണ്ട് നട്ട്സും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നീട് നമ്മൾക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അവിലുണ്ടല്ലോ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, അതും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പോഹയ്ക്ക് വരുന്നത്. ഏറ്റവും അവസാനം നമുക്ക് മല്ലിയില ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പോഹ റെഡിയാണ്. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലും ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻസ് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.